Okay, please mark your attendance. Okay, now today we can learn about protection against earthquake. Okay, we already know. Then what is meant by earthquake? എന്താണ് earthquake എന്ന് പറഞ്ഞാൽ എന്താടാ? എന്താ മക്കളെ മലയാളത്തിലും പറ, എന്താ earthquake എന്ന് പറഞ്ഞാലേ? Shaking of earth. മിസ്സിന് ക്ലിയർ അല്ല, പറയുന്നത് ക്ലിയർ അല്ല. ഇജാസേ പിന്നെ അൺമ്യൂട്ട് ചെയ്തേ, ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തിട്ടില്ല. എന്താണ് പിന്നെ എർത്ത് എന്ന് പറഞ്ഞാല്? Shaking of earth. I can't clear you. I hear you. Anne Maria, come fast. We are waiting for you. പറയാൻ പറ്റുമോ എന്താണ് earthquake? What is the reason for earthquake? An earthquake is a sudden shaking. An earthquake is a sudden shaking for a very short time. It is caused by a disturbance deep inside the earth's crust. Then? Okay. So, we know earthquake is the unexpected movement or shaking of earth. അല്ലേ? പ്രതീക്ഷിക്കാത്ത ഒരു മൂവ്മെൻ്റ് ആണ്, പെട്ടെന്നുള്ള ഒരു മൂവ്മെൻ്റ് ആണ് എർത്തിൻ്റേത്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു മെനി റീസൺസ്. ഒരുപാട് റീസൺസ് ഉണ്ട് അല്ലേ? സോ വി നോ ദാറ്റ് എർത്ത് ഈസ് the crust of earth is not in a single plate, it is fragment. That means broken into several pieces and float over the water. So when it clash or when then we come to touch each other, there will be a shaking or endana tremors will happen. Anne Maria, what happened? Why are you late? എന്ത് പറ്റി ലേറ്റ് ആയത്? Not clear. Okay, today we can know the power of the earthquake is expressed in terms of magnitude on one scale, that is called Richter scale. എന്താണോ റിച്ചർ സ്കെയിൽ? കേട്ടിട്ടുണ്ടോ ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ? റിച്ചർ സ്കെയിൽ കേട്ടിട്ടുണ്ടോ? എന്താണ് റിച്ചർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് ആൻ എർത്ത് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓൺ എ സ്കെയിൽ ഈസ് റിച്ചർ സ്കെയിൽ. അതിൻ്റെ വർക്കിംഗ് ആണ് മിസ് നിങ്ങൾക്ക് യൂട്യൂബ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ലിങ്ക് ഇട്ട് തന്നിട്ടുണ്ട്. റിയലി ഡിസ്ട്രക്റ്റീവ് എർത്ത് ഹാവ് മാഗ്നിറ്റ്യൂഡ് ഹയർ ദാൻ 7 ഓൺ ദ റിച്ചർ സ്കെയിൽ. ഓക്കെ, 7ഉം അതിൻ്റെ മുകളിലോട്ടൊക്കെ വരുമ്പോഴാണ് എർത്ത് ഭീകരമായിട്ട് മാറുന്നത്. ഓക്കെ, പിന്നെ 3ഉം 2ഉം 4ഉം ഒക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലേ വരുള്ളൂ. അതിന് ശേഷമൊക്കെ വരുന്നതാണ് ഹൊറിബിളായിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് എന്ന് വരുന്നത്. ബോത്ത് ഭുജ് ആൻഡ് കാശ്മീർ എർത്ത് ഹാഡ് മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ 70.1. ഭുജിലെ നമ്മൾ പഠിച്ചില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, അതിൻ്റെ എർത്ത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 7.5 ആണ്. അത് വളരെ ഹൈ ആണ്. ഓക്കെ, വളരെ ഹൈ ആകുമ്പോൾ അതിൻ്റെ ഡിസ്ട്രക്റ്റീവ് പവറും വളരെ ഇതാണ്. ഇനി നോക്കാം, ദ ട്രിമോസ് പ്രൊഡ്യൂസ്, ദാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. ഓക്കെ, ദ ട്രിമോസ് പ്രൊഡ്യൂസ് വേവ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ട്രിമോസ് മീൻസ് ഇൻവോളണ്ടറി മൂവ്മെൻ്റ് ആണ് അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കാതെ സ്വയം നടക്കുന്ന മൂവ്മെൻ്റ് ആണ്. ഇൻവോളണ്ടറി മൂവ്മെൻറ്റ് ശരിക്കും നിങ്ങൾ ഈ ചില കുട്ടികൾക്കുണ്ടല്ലേ എന്തോ ഒരു രോഗം തന്നെയുണ്ടല്ലേ, ചില മക്കൾ നല്ല ഫ്ലവേഴ്സിലൊക്കെ ഒരു പരിപാടി വന്നു, ഒരു പെൺകുട്ടി നന്നായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അവൾ അറിയാതെ ഇങ്ങനെ ഞെട്ടുന്ന കാണുന്നില്ലേ? നമ്മുടെ ബോഡി നമ്മളുടെ അല്ലാതെ കൺട്രോളിൽ ആക്ട് ചെയ്യുന്നു. കണ്ടിട്ടുണ്ടോ? അതിനെന്തോ പേരെന്തോ പറഞ്ഞായിരുന്നു, എന്നാ ടൊറൻഡോ സിൻഡ്രോം എന്തോ പേര് മറന്നു മിസ്. ഓക്കെ, അതുപോലെ ആ കുട്ടി അറിയാണ്ട് തന്നെയാണ് ആ ബോഡി ഷെയ്ക്ക് ചെയ്യുന്നത്. പക്ഷെ നല്ല മനോഹരമായി പാട്ട് പാടുന്നു, നല്ല കഴിവാണ്. സോ ഇതുപോലെ നമ്മുടെ ഭൂമി എന്ത് പറ്റുന്നു കമ്പയർ ചെയ്യാൻ പറ്റില്ല, എങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയ സമയത്ത് ഇതുപോലെ പെട്ടെന്ന് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നല്ലേ. സോ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്തു വെച്ചു? നമുക്കിതിനെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ അത്ര ഈസിയുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സീസ്മോഗ്രാഫ് എന്താണ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ, ദ ട്രിമോസ് പ്രൊഡ്യൂസ് വേവ്സ് ഓൺ ദ സർഫസ് ഈസ് ഓൺ ദ എർത്ത്. ദിസ് ആർ കോൾഡ് സേസ്മിക് വേവ്സ്. സീസ്മിക് പറഞ്ഞാൽ ഭൂകമ്പത്തിൻ്റെ തരംഗങ്ങൾ. അതായത് ഈ എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ നമ്മൾ മക്കളെ
വെള്ളത്തിലോട്ട് കല്ലിട്ട് കഴിയുമ്പോൾ ഓളം വിട്ടൂലേ, ഇല്ലേ? റിങ് ആയിട്ട് ഓളം വരുന്നത് കാണത്തില്ലേ? ഇതുപോലെ തന്നെയാണ് ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്ത് പ്രത്യേക ഒരു ഷെയ്ക്ക് ഉണ്ടായി കഴിയുമ്പോൾ, എർത്ത് ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ എന്താ പറയുക എഫക്റ്റ് ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ആക്കിക്കൊണ്ടേയിരിക്കും. ദ ട്രിമോസ് പ്രൊഡ്യൂസ് വേവ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. വേവ്സ്, ദാറ്റ് ഇസ് മീൻസ് വേവ്സ് ഒക്കെ തിരകളുണ്ടാക്കും. These are called seismic waves. Okay, the waves are recorded by an instrument called the seismograph. ഈ വേവ്സിനെ നമ്മുടെ ഒരു ഇൻസ്ട്രുമെൻ്റ് റെക്കോർഡ് ചെയ്യും, അതാണ് seismograph. Okay, the instrument is simply a vibrating rod or a pendulum which starts vibrating when tremors occur. അതിന് ശരിക്കും ആ ലിങ്ക് കണ്ടാൽ നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്ലെയിൻ പേപ്പറും ഒരു ഇതുപോലെയാണ്, പക്ഷേ മാഗ്നറ്റാണ് ഇതിൻ്റെ വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ ബോഡി ഇങ്ങനെ ഈ ഭൂമിയുടെ എർത്ത് ക്വേക്കിനനുസരിച്ച് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ മൂവ്മെൻറ്റ് റീഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് കണ്ടുപിടിക്കുന്നത്. വിച്ച് സ്റ്റാർട്ട്സ് വൈബ്രേറ്റിംഗ് വെൻ ട്രിമോസ് ഒക്കർ. എ പെൻ ഈസ് അറ്റാച്ച്ഡ് ടു ദ വൈബ്രേറ്റിംഗ് സിസ്റ്റം. ദ പെൻ റെക്കോർഡ്സ് ദ സെസ്മിക് വേവ്സ് ഓൺ എ പേപ്പർ വിച്ച് മൂവ്സ് അണ്ടർ ഇറ്റ്. By studying these waves, scientists can construct a complete map of earthquake. As shown in figure 15.14, they can also estimate its power to cause destruction. ഇജാസേ, ആകെ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. വീഡിയോ ഓഫ് ചെയ്യല്ലേ. only 4 people. ഓക്കെ, നമ്മുടെ ഫെയ്ത്തൊക്കെ എവിടെ പോയി? ഫെയ്ത്ത്, ശ്രീദേവ് ഒന്നും എത്തിയില്ലല്ലേ? മറന്നുപോയോ? മിസ് ശ്രീദേവിന്റെ കാല് ഒടിഞ്ഞിരിക്കുക. എന്തോ? ശ്രീദേവിന്റെ കാല് ഒടിഞ്ഞാൻ കാണും ചെയ്ത്. കാലൊടിഞ്ഞോ? അവൻ ബൈക്കിൽ നിന്ന് വീണേരം എന്തോ പറ്റിയെന്ന് പറഞ്ഞു. ശ്രീദേവിനോ? അവൻ എന്നിട്ട് ഹോസ്പിറ്റലാണോ? ഹോസ്പിറ്റലിൽ പോകുന്നു പറഞ്ഞായിരുന്നു എന്നോട്. ഓ, അത് ശരി. 12:15 ക്ലാസ് കഴിഞ്ഞ ഓടും. ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് ഫെയ്ത്ത്? ഒക്കെ സ്ഥിരമായി നല്ല മക്കളായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളാണ്. ഒരു എന്താ പറയണ്ടേ, പങ്ക്ച്വൽ സ്റ്റുഡൻസ് ആണ് അവർ. ഒരിക്കലും അങ്ങനെ അൺനെസസറി ആയിട്ട് അവർ ക്ലാസ് കളയാറില്ല. ഓക്കെ, എന്തെങ്കിലും നല്ല എന്താണ് അതിനുള്ള റീസൺ ഉണ്ടാവുമായിരിക്കും. Water may leave. Okay, by studying this waves, scientists can construct a complete map of the earthquake as shown in figure 15.14. They can also estimate its power to cause destruction. നാശം എത്രമാത്രം 7ന്റെ മുകളിൽ എബോ ആയിട്ട് വരുമ്പോഴാണ് അത് ഡിസ്ട്രക്ഷനായി മാറുന്നത്. ബാക്കിയൊക്കെ ജസ്റ്റ് എർത്ത് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും കാര്യമായിട്ട് വരാറില്ല. നോക്കുക, ലൈക്ക് മെനി അതർ സ്കെയിൽസ് ഇൻ ദ സയൻസ്, ഡെസിബൽ നമ്മൾ പഠിച്ചില്ലേ? ഡെസിബൽ ഓർക്കുന്നുണ്ടോ? ഡെസിബൽ എന്തിനാ മക്കളെ? എന്തിനാണ്? എവിടെയോ കേട്ടൊരു ഓർമ്മയുണ്ട് ആൻമരിയയ്ക്ക്. പേജ് മറിച്ചോ, പേജ് മറിച്ചോ. ഡെസിബൽ, ഹേർട്സ്. ആ ഒരു ബോക്സിനകത്ത് ഈ സൈഡുകളിൽ കിടപ്പുണ്ട് ഡെസിബൽ, DB എന്നും പറഞ്ഞിട്ടൊക്കെ. വേഗം പേജ് മറിച്ചോ ആൻമരിയ. വീഡിയോ ഓഫ് ചെയ്തേ, ഞാൻ മിസ് കാണുവേ. ഓക്കെ, കണ്ടുപിടിച്ചോ കേട്ടോ. ഇൻ ലൈക്ക് മെനി അതർ സ്കെയിൽസ് ഇൻ സയൻസ്, ഡെസിബൽ ഈസ് അനദർ എക്സാമ്പിൾ. റിച്ചർ സ്കെയിൽ ഈസ് നോട്ട് ലീനിയർ. എന്താ മക്കളെ ലീനിയർ? വാട്ട് ഇസ് മീൻ ലീനിയർ? ഫാഹി ജുമാന ആരാണ്? ജുമാനയുടെ ആരാണ്? ഓക്കെ, എന്താണ് നോട്ട് ലീനിയർ എന്ന് പറയുന്നത് എന്താണ്? അതായത് അറേഞ്ചിങ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ അല്ല. അത് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ അക്യുറസി ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് ലൈക്ക് മെനി അതർ സ്കെയിൽസ് ഇൻ സയൻസ്, റിച്ചർ സ്കെയിൽ ഈസ് നോട്ട് ലീനിയർ. കൃത്യം ഇത് ഇന്നത് വന്നാൽ ഇന്നതായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏകദേശം അപ്രോക്സിമേറ്റ് വരെ ഒരു കണക്കേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദിസ് മീൻസ് ദാറ്റ് earthquake of magnitude 6 does not have 1.5 time of the destructive energy of an earthquake of magnitude 4. ദാറ്റ് മീൻസ് ഇപ്പം നമ്മുടെ എന്താണ് റിച്ചർ സ്കെയിൽ 4 വന്നു, നെക്സ്റ്റ് ടൈം റിച്ചർ സ്കെയിൽ 6 വന്നോർക്കോ, അപ്പം പറയും 4നേക്കാൾ ഇത്ര മടങ്ങ്, അതായത് 1.5 മടങ്ങ് തീവ്രത ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് നമ്മൾ ഓരോ പ്രാവശ്യം ഡിപ്പെൻഡ് ചെയ്യുന്ന അതിൻ്റെ ശക്തിയിലൊക്കെ പലതിനെ ആശ്രയിച്ചിട്ടായിരിക്കും. ഏകദേശം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് ലീനിയർ. In fact, the increase of
2 in magnitude means 1000 times more destructive energy. കണ്ടോ, ഇവിടെ റിച്ചർ സ്കെയിലിൽ 2 മാത്രമാണ് മാറ്റമെങ്കിൽ പോലും അത് 1000 ടൈംസ് എനർജി കൂടുതലുണ്ട് ഡിസ്ട്രക്ഷൻ ഉള്ളത്. ഓക്കെ, ചെറിയൊരു വേരിയേഷൻ 2 മാഗ്നിറ്റ്യൂഡിൻ്റെ വേരിയേഷൻ വന്നാൽ പോലും അത് 1000 ടൈംസ് ഓക്കെ ഇൻക്രീസ് ഇൻ എനർജി ആൻഡ് ഡിസ്ട്രക്റ്റീവ് എനർജി കൂടും. Therefore, an earthquake of magnitude 6 has 1000 times more destructive energy than the earthquake of magnitude 4. അപ്പോൾ 4 we know there is a simple distance between 4 and 5 അല്ലേ, 4 and 6 അല്ലേ, but its destructive energy is very high. Destructive power is therefore earthquake magnitude 6 has 1000 times, not 1 or 2, that is 1000 times more destructive energy than earthquake. Clear? Protection against earthquake. We know from our earlier pages that earthquake cannot be predicted. We have also seen that they can be highly destructive. Predict ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രക്റ്റീവ് ആണ്. പ്രഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മുൻകൂട്ടി പറയുക. പ്രഡിക്ഷൻ മീൻസ് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല, എന്നാൽ ഇതിട്ട് ഡിസ്ട്രക്റ്റീവ് ആണ്, നോട്ട് കൺസ്ട്രക്റ്റീവ്. നിർമ്മാണപരമായിട്ടുള്ളതല്ല, നാശപരമായിട്ടുള്ളത് തന്നെയാണ്. It is therefore important that we take necessary precautions to protect ourselves all the time. അല്ലേ, അത് നമ്മളൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കുന്നതല്ല. പരീക്ഷ വന്നു കഴിയുമ്പോൾ ഞാൻ പഠിച്ചോളാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എത്രയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അലൻ ബെന്നി എവിടെ പോയി? അലൻ ബെന്നിയേ വേമ്പാ, ചായ കുടിക്കാൻ പോയോ? ആ ഓക്കെ. സോ നമ്മൾക്ക് നമ്മളല്ലേ മിക്സ് എന്താ പറയുക, നമ്മൾ എക്സാമിന് ടൈം ടേബിൾ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പഠിച്ചോളാം എന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ എർത്ത് മുന്നറിയിപ്പ് വന്നു കഴിയുമ്പോൾ ഞാൻ പ്രിക്കോഷൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അന്നേരം ആൾ ബാക്കി ഉണ്ടാവില്ല അല്ലേ, അന്നേരം പ്രിക്കോഷൻ എടുക്കാൻ ആൾ വരത്തില്ല. അപ്പോൾ സോ നമ്മൾ ഏത് സമയത്തും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കണം. ഓക്കെ, അൺഎക്സ്പെക്റ്റഡായ പല ഈവൻസുകളും നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അതിലൊന്നാണ് എർത്ത് എന്ന് പറയുന്നത്. സോ അതിനെതിരെ നമുക്കറിയാം എർത്ത് സാധ്യത നമുക്കുണ്ടെന്നറിയാം. അപ്പോൾ നമ്മൾ മുൻകൂട്ടി തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം അല്ലേ. ചൈനീസിലൊരു പഴമൊഴിയുണ്ട്, എന്താണ്? വിഡ്ഢി അവസാനം ചെയ്യുന്ന കാര്യം ബുദ്ധിമാൻ ആദ്യം ചെയ്യുന്നു. പറഞ്ഞാൽ മനസ്സിലായോ? വിഡ്ഢി എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യണം, അത് ലേസിയായി ലാലാലം വെച്ച് കുറേ തട്ടും മുട്ടും അടിയും വഴക്കും എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ആ കാര്യം അങ്ങ് ചെയ്യും. എന്നാൽ ബുദ്ധിമാൻ എന്ത് ചെയ്യും? ഇത് ഏതായാലും ഞാൻ ചെയ്യേണ്ട കാര്യമല്ലേ, ഈ അടിയും ഇടിയും കിട്ടേണ്ട വഴക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ആദ്യമേ അതങ്ങ് മര്യാദയ്ക്ക് ചെയ്തേക്കാമെന്ന് ഓർത്തിട്ട് ആദ്യമേ തന്നെ നല്ല ഒരുക്കത്തോടെ കാര്യങ്ങൾ ചെയ്യും അല്ലേ. സോ അതാണ് പറയുന്നത്, ഈ എർത്ത് കാര്യത്തിൽ എർത്ത് മുന്നറിയിപ്പ് കിട്ടിയ ശേഷം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. വി ഹാവ് ടു പ്രിപ്പയർ വെരി ഏർലി അല്ലേ, അറ്റ് എവറി ടൈം. എല്ലാ സമയത്തും നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് തന്നെ ഇരിക്കണം. പീപ്പിൾ ലിവിങ് ഇൻ സിസ്മിക് സോൺസ് വെർ ദ എർത്ത് ആർ മോർ ലൈക്ക് ടു ഒക്കർ, അതാണ് സെസ്മിക് സോൺ എന്ന് പറഞ്ഞത്. അതായത് എവിടെയാണ് എർത്ത് വരാൻ ചാൻസ് കൂടുതൽ. ഹാവ് ടു ബി സ്പെഷ്യലി പ്രിപ്പയർഡ്. First of all, the building in the zone should be so arranged that they can be withstand major tremors. First main thing എന്താണ്? ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത് ബിൽഡിങ്സിനാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത് ബിൽഡിങ്സിനാണ്. അത് ഇടിഞ്ഞ് പൊട്ടി വീണിട്ടാണ്. നമ്മളിപ്പം സാധാരണ രീതിയിൽ ഇവിടെയൊക്കെ പറയുകയാണെങ്കിൽ വലിയ ഒന്നും കാര്യമായിട്ട് സംഭവിക്കില്ലല്ലേ, സംഭവിക്കില്ല എന്നല്ല. പക്ഷേ നമ്മൾ ടൗണിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൺജസ്റ്റഡ് ഏരിയയിൽ ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലമില്ലേ, അവിടെ ഈ തീപ്പെട്ടി കെട്ടിപ്പൊക്കെ പോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ ബിൽഡിങ് ഒന്നിനു മേലെ അങ്ങ് കെട്ടിപ്പൊക്കിക്കൊണ്ട് പോകും. ഇതിന് വലിയ സ്ട്രോങ് ബേസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അവർ സാമ്പത്തിക ലാഭവും അറിവുറവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്ത് ചെയ്തു? ജനസംഖ്യ അല്ലേ, ഇൻക്രീസിങ് പോപ്പുലേഷൻ വിൽ ലീഡ് ദം ടു ഡു ലൈക്ക് ദാറ്റ്. ഓക്കെ, കൃത്യമായ ഒരു പ്ലാനിങ്ങോ അതിൻ്റെ കാൽക്കുലേഷൻസോ ഒന്നും ഇല്ലാണ്ട് തീപ്പെട്ടി വെക്കുന്ന പോലെ അടിക്കടിക്ക് വെച്ച് റൂംസ് അങ്ങ് പണിയും. എന്തെങ്കിലും ചെറിയൊരു എർത്ത് വരുമ്പോൾ തന്നെ ഇതെല്ലാം കൂടെ തട്ടി താഴോട്ടങ്ങ് പോകും. അപ്പോൾ ഈ ബിൽഡിംഗ് കൊളാപ്സ് കൊണ്ടാണ് ഓൾമോസ്റ്റ് മെയിൻ പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മോഡേൺ ബിൽഡിങ്സ് ടെക്നോളജി ക്യാൻ മേക്ക് ഇറ്റ് പോസിബിൾ. ഇപ്പോഴത്തെ പണിയുന്നതെന്ന് വെച്ചാൽ ഉയരം കൂടി വരും തോറും ഇങ്ങനെ ഒരു സ്തൂപം പോലെ വരും. അടി നല്ല ഫ്ലാറ്റായിട്ട് മുകളിലൂടെ ഒരു സ്തൂപം പോലെ വരും. നേരത്തെ എന്താ ചെയ്തുകൊണ്ടിരുന്നോ, അടി മുതൽ മുകൾ വരെ ഒരേ ലംബം പോലെ ഒരു ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോകും. അന്നേരം ഇപ്പോൾ എന്തെങ്കിലും അഷയിക്കുണ്ടാകും, മറിഞ്ഞിട്ട് താഴെ വീഴും. പക്ഷേ ഇതിപ്പോൾ എന്ത് ചെയ്യുന്നാൽ മുകൾ ഭാഗത്ത് ഇങ്ങനെ വന്ന് താഴെ ഭാഗത്ത് നല്ല വീതി കൂടി വരുമ്പം എന്തു പറ്റും? എത്ര ഷെയ്ക്ക് വന്നാലും
ഇത് മറിഞ്ഞു കെട്ടി വീഴത്തില്ല. നമ്മളുടെ ഈജിപ്തിലെ പിരമിഡൊക്കെ കണ്ടിട്ടില്ലേ, എത്ര വർഷമായി നിൽക്കുന്നു? കാരണം അതിന് സ്ട്രോങ് ബേസാണുള്ളത് അല്ലേ. അതിൻ്റെ ബേസിൻ്റെ വീതിയും അതിൻ്റെ ടോപ്പിൻ്റെ ഇത് നിങ്ങളുണ്ടോ, എത്രയോ വ്യത്യാസമുണ്ട്. സോ ഈ നമ്മുടെ ബിൽഡിങ്ങിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനിൽ വളരെയധികം ശ്രദ്ധിക്കണ്ടേ. ഇപ്പം ഗുജറാത്തിലെ എർത്ത് വന്ന സ്ഥലത്തൊക്കെ ഇപ്പം ബിൽഡിങ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. എർത്ത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബിൽഡിങ്സാണ്. സോ it is advisable to make the structure simple so that it is quake safe. എന്താണ് അനങ്ങുമ്പോൾ മറിഞ്ഞു വീഴാത്ത സാധനം. ഓക്കെ, ക്വേക്ക് സേഫ് ആണ് അതതിൻ്റെ. വാട്ട് വി ക്യാൻ ഡു, കൺസൾട്ട് ക്വാളിഫൈഡ് ആർക്കിടെക്ട്സ് ആൻഡ് സ്ട്രക്ചറൽ എൻജിനീയേഴ്സ്. കണ്ടോ, നമ്മൾ കെട്ടിടം പണിയുമ്പോൾ പൈസ ലാഭിക്കാൻ വേണ്ടി ഈ എന്താ പറയുക ലുട്ടുലുടുക്കാസീനൊന്നും പോയി കാണാൻ പാടില്ല അല്ലേ. കുറച്ച് വരയ്ക്കാനും കുറച്ച് ഭാവനയുള്ളവർക്കൊക്കെ ബിൽഡിങ് പണി എന്ത് ചെയ്യാം. പക്ഷെ എന്ത് പറ്റും, നമ്മുടെ ഇവിടെ അത്രയ്ക്ക് സിസ്മിക് സോണൊന്നും അല്ലല്ലോ. അങ്ങനെയുള്ള പ്രത്യേക സോൺസ് ഉണ്ട്. എന്ത് ചെയ്യും, എന്നിപ്പോൾ അതിനെക്കുറിച്ച് ശരിയായ അറിവുള്ള ആർക്കിടെക്ചറിൻ്റെയോ അല്ലെങ്കിൽ സ്ട്രക്ചറൽ എൻജിനീയേഴ്സിൻ്റെ അടുത്ത് തന്നെ പോയി, ശരി അവർക്കൊരു 2000 രൂപ അല്ല 5000 രൂപ 10000 രൂപ ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ കെട്ടിടം എല്ലാം വെച്ച ശേഷം അത് മറിഞ്ഞു കെട്ടി താഴെ വീണ് അപകടം വരുന്നതിലും ഭേദമല്ലേ ഈ 2000 രൂപ കൊടുക്കുന്നത് അല്ലെ 5000 രൂപ കൊടുക്കുന്നത്. അപ്പം അത് ലാഭിക്കാൻ വേണ്ടി പോയിട്ട് നമ്മൾ എന്ത് പറ്റും, അവസാനം എല്ലാം കൂടെ പറഞ്ഞിട്ട് താഴെ പോകുമ്പം കരയാൻ പോലും ആൾ ബാക്കി ഉണ്ടാവില്ല അല്ലേ. ഈ നമ്മൾ സൂക്ഷിച്ച് വെച്ച പൈസ എന്ത് പറ്റിപ്പോവും, മണ്ണിനടിയിൽ പോവും. അതല്ലേ സംഭവിക്കുള്ളൂ. സോ കൺസൾട്ട് ക്വാളിഫൈഡ് ആർക്കിടെക്ട്സ് ആൻഡ് സ്ട്രക്ചറൽ എൻജിനീയേഴ്സ് ഇൻ ഹൈലി സിസ്മിക് ഏരിയാസ്. ഇജാസ് the use of mud and timber is better than the use of heavy construction material. Keep roof as light as possible. In case the structure falls, the damage will not be very heavy. അല്ലേ, നമ്മൾ പറയാം ഈ കാണുമ്പോൾ നമ്മൾ പിന്നെ കോൺക്രീറ്റും ഉള്ള മാർബിളും എല്ലാം ഇട്ടിട്ട് എന്താ പറയണ്ടേ ഏറ്റവും കൂടുതൽ സ്റ്റൈലിഷ് ആക്കാൻ നോക്കും നമ്മുടെ വീടുകളല്ലേ. അത് ഓരോ പ്രദേശത്തിൻ്റെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള വീടുകളാണോ കൺസ്ട്രക്ട് ചെയ്യുന്നത്? അല്ല അല്ലേ, നമ്മുടെ പണത്തിൻ്റെ വലിപ്പം കാണിക്കാൻ വേണ്ടി അല്ലേ. വലിയ വീട് വെക്കുമ്പോൾ വലിയ ക്രെഡിറ്റ് ആണല്ലേ, കടം വാങ്ങിയിട്ടാലും നമ്മളൊക്കെ വീട് വെക്കും. പക്ഷെ ബേസിക്കലി അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള കാലാവസ്ഥയ്ക്ക് യോജിച്ച വീടുകളാണ് വെക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യും, ഉള്ള മരങ്ങളെല്ലാം മുറിക്കുമ്പോൾ ചൂടെടുത്തിട്ട് കിടക്കാൻ പറ്റുന്നില്ലേ, പരവേശം എടുക്കുന്നു, കറണ്ട് പോയാൽ കിടക്കാൻ പറ്റുന്നില്ല, ആകെ കൂടെ ബഹളം വെപ്രാളം അല്ലേ. നമ്മുടെ പണ്ടത്തെ പിന്നെ പ്രായമുള്ള നല്ല എന്താ പറയുക, പണ്ട് ഈ കച്ചാ ഹൗസില്ലേ, കച്ചാ ഹൗസും പക്കാ ഹൗസും, ഈ നമ്മുടെ എൻ്റെ മക്കളെ ഈ ഓലയും പിന്നെ പുല്ലും ഒക്കെ മേഞ്ഞ വീടുകളില്ലേ, ഇന്നത്തെ നമ്മുടെ എയർ കണ്ടീഷൻ്റെ അവസ്ഥ അന്ന് അതിന് കിട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ, എയർ കണ്ടീഷൻ്റെ അവസ്ഥ. ഇപ്പം നമുക്ക് എയർ കണ്ടീഷൻ ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റില്ല അല്ലേ. കറണ്ട് പോയാലോ പുകച്ചിലായി ബഹളമായി ആകെ കൂടെ ബുദ്ധിമുട്ടാണല്ലേ. ശരിക്കും നമ്മളുടെയൊക്കെ കൺസ്ട്രക്ഷൻ നമ്മളുടെയൊക്കെ സിറ്റുവേഷന് യോജിച്ചതാണോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണം. പിന്നെ ചില സ്ഥലങ്ങളിൽ കാണുന്നില്ല തൂണിൻ്റെ മുകളിലൊക്കെ വീട് പണിയുന്നത് കണ്ടില്ലേ, ഫ്ലഡുള്ള സ്ഥലത്തല്ലേ, ഫ്ലഡുള്ള സ്ഥലത്ത് അങ്ങനെയൊക്കെ വരുന്നത്. സോ ഇൻ ഹൈലി സീസ്മിക് ഏരിയാസ് ദ യൂസ് ഓഫ് മഡ് ആൻഡ് ടിമ്പർ, അതായത് ചെളിയും മറ്റേ ഇതാണ് സാധനം, അതായത് നമ്മുടെ സിമെൻറ്റും കല്ലും ഒക്കെ ഉപയോഗിക്കാമെന്നുള്ളത് കുറവാക്കണം. കീപ്പ് റൂഫ് ആസ് ലൈറ്റ് ആസ് പോസിബിൾ, നമ്മുടെ വീടിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് ലൈറ്റായിരിക്കണം. എന്നോർത്തൊരു കാറ്റ് വരും പറന്നു പോകുന്നല്ല കേട്ടോ. പിന്നെ ഭൂകമ്പം വരും, മേളെല്ലാം കൂടി ഇടിഞ്ഞ് വീഴുന്നു പറഞ്ഞിട്ട് മുകളിൽ കൊണ്ട് ചെറുത് വെച്ചാൽ പറ്റത്തില്ല, അത് അടുത്ത കാറ്റ് വരുമ്പോൾ പറന്നു പോകും. ഓക്കെ, സോ അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. കീപ് ദ റൂഫ് ആസ് ലൈറ്റ് ആസ് പോസിബിൾ. ഇൻ കേസ് സ്ട്രക്ചർ ഫോൾസ് ദ ഡാമേജ് വിൽ നോട്ട് സോ ഹെവി. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് ദ കബോർഡ്സ് ആൻഡ് ഷെൽഫ്സ് ആർ ഫിക്സഡ് ഇൻ ദ വാൾസ് ടു ദ വാൾസ് സോ ദാറ്റ് ദേ ഡു നോട്ട് ഫോൾ ഈസിലി. എന്ത് ചെയ്യണം, കബോർഡ്സും എന്തൊക്കെ ചെയ്യണം, ഷെൽഫ്സും ഒക്കെ ഭിത്തിയിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കണം. അപ്പം ഇൻ കേസ് ചെറിയ കുലുക്കൊന്നും വന്നാലൊന്നും ഇത് മറിഞ്ഞിട്ട് താഴെ വീഴില്ല. സാധാരണ നോർമൽ ഇതിൽ ഫ്ലോറിൽ വെക്കുന്നതാണെങ്കിൽ ഷേക്ക് വരുമെന്ന് മറിഞ്ഞിട്ട് താഴോട്ട് വീഴും അല്ലേ. അതിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കൊച്ചിരിപ്പുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ അല്ലേ. നമുക്ക് എടുക്കാൻ പോകാൻ പോലും നേരം കിട്ടുമോ? ഇല്ല. ആ സമയത്ത് ഭിത്തിയുടെ മുകളിലാണ്, ഭിത്തിയിൽ ഉറപ്പിച്ച് വെച്ച ഷെൽഫ്സൊക്കെ ആണെങ്കിലോ അത് പെട്ടെന്ന് വീഴത്തില്ല അല്ലേ. ഭിത്തി വീഴുമ്പോൾ അല്ലേ ഇത് വീഴത്തുള്ളൂ. സോ വി വിൽ ഗെറ്റ് ടൈം. സമയം എന്നത് വളരെ വിലപ്പെട്ടാണ്. നമ്മളതിനിങ്ങനെ വെറുതെ പാസ് ചെയ്ത് വിടുന്നതാണ് അല്ലേ. ഓരോ സാഹചര്യത്തിൽ ഒരു 5 മിനിറ്റ് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിക്കുന്ന സമയമില്ലേ. നിങ്ങളെയൊക്കെ സംബന്ധിച്ച് പരീക്ഷാ സമയമായിരിക്കും അല്ലേ. പിന്നെന്താണ്, ഓക്കെ. സോ ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ 10 എഴുതി തീർത്തേനെ അല്ലേ.
നിങ്ങൾ കുട്ടികളായതുകൊണ്ട് അത്രയാണ് സമയത്തിൻ്റെ വില. പക്ഷേ ലൈഫിൽ എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് ഓരോ മിനിറ്റിനും അതിൻ്റെതായ വിലയുണ്ട് കേട്ടോ. It is better, okay. Next, be careful where you hang wall clocks, photo frames, water heaters, etc. So that in the event of an earthquake, they do not fall on the people. കാരണം നമ്മുടെ ഭിത്തിയിൽ നമ്മൾ ഷോ കാണിക്കാൻ വേണ്ടി എന്തെല്ലാം സാധനങ്ങളൊക്കെ ഇട്ട് തൂക്കിയിടുന്നല്ലേ, ആണോ അല്ലേ? നമ്മുടെ ഭിത്തിയിൽ നമ്മൾ എന്തെല്ലാം ഡെക്കറേഷൻ കാണിക്കും, കാണാനൊക്കെ സ്റ്റൈലാണ്. പക്ഷെ ഒരു എർത്ത് കേക്കും ഇല്ല വന്ന് കൃത്യം വന്നിട്ട് ഇവിടെ തന്നെ അങ്ങ് വീണാലോ, പിന്നെ അത് നോക്കാൻ കണ്ണു വെക്കാൻ പറ്റൂല അല്ലേ? ഒരു ഫോട്ടോ ഫ്രെയിം മതി, കാരണം അത് ചെന്ന് വീഴും, കുത്തനെങ്കിൽ വന്ന് വീഴും, തീർന്നു അല്ലേ? അതാ പ്രശ്നം. സോ ബി കെയർഫുൾ വെയർ യു ഹാങ് wall clocks, photo frames, water heaters, etc. so that in the event of an earthquake, they do not fall upon people. Next one is, since some buildings may catch fire due to an earthquake, it is necessary that all buildings, especially tall buildings, have fire fitting equipments in working order. മെയിൻലി ശ്രദ്ധിക്കുക, വർക്കിംഗ് ഓർഡർ. ഇപ്പം ഒട്ടുമിക്ക എല്ലാ സ്ഥാപനങ്ങളിലും ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷനൊക്കെ കാണുന്നുണ്ടല്ലോ, ഒരു ചുമന്ന സിലിണ്ടറൊക്കെ വെച്ച് ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ഉണ്ടാവും. പക്ഷേ മെയിൻ കാര്യം വർക്കിംഗ് കണ്ടീഷനും കൂടെ ആയിരിക്കണം. അതങ്ങനെ ഷോയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, വർക്കിംഗ് കണ്ടീഷനും നമ്മുടെ തിയേറ്ററിലൊക്കെ കാണത്തില്ലേ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടില്ലേ? ഓക്കെ, ഇനി നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ജീവിത സാഹചര്യം ഇതൊക്കെ കണ്ടുപഠിക്കണം. ഒബ്സർവേഷൻ. ഓക്കെ, നമ്മുടെ ചുറ്റുപാടുകളെ നന്നായി നമ്മൾ ഒബ്സർവ് ചെയ്യണം, കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി. ഇനി ദ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റൂർക്കെ ഹാസ് ഡെവലപ്ഡ് നോ ഹൗ ടു മേക്ക് എർത്ത് റെസിസ്റ്റൻസ്. ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള ടീച്ചിങ് പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റൂർക്കെ കേട്ടോ, റൂർക്കയിലെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നത്. ഇത് നമ്മുടെ കാരണവന്മാരോട് ചോദിച്ചാലും മതിയല്ലേടാ, നമ്മുടെ കാരണവന്മാരോട് ചോദിച്ചാൽ പോരെ, അവർ പറഞ്ഞുതരും. ഇൻ ദ ഈവൻറ്റ് ദാറ്റ് എർത്ത് ഡസ് സ്ട്രൈക്ക്, ടേക്ക് ദ ഫോളോയിങ് സ്റ്റെപ്സ് ടു പ്രൊട്ടക്ട് അവർ സെൽഫ്. ഇനി ഇൻ കേസ് എർത്ത് സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഇഫ് യു ആർ അറ്റ് ഹോം, നിങ്ങൾ വീട്ടിലാണെങ്കിൽ, ടേക്ക് എ ഷെൽട്ടർ അണ്ടർ എ ടേബിൾ ആൻഡ് സ്റ്റേ സ്റ്റിൽ ദെയർ ദ ഷേക്കിംഗ് ടോപ്സ്. എന്ത് ചെയ്യണം? ടേബിളിൻ്റെ അടിയിൽ കയറിയിരിക്കണം. ടേബിളിൻ്റെ അടിയിൽ കയറുമ്പോൾ എന്നാ പറ്റും? ഈ വീഴുന്നതൊക്കെ ടേബിൾ സപ്പോർട്ട് ചെയ്തോളൂ അല്ലേ, നമ്മുടെ തലയിലും മേത്തും വീഴത്തില്ല. ഷേക്കിങ് തീരുന്നത് വരെ അവിടെ തന്നെ ഇരിക്കണം. ഏറ്റവും ബെസ്റ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് സേഫായ പ്ലെയിനായ സ്ഥലത്തേക്ക് പോകാൻ പറ്റുകയാണ്. സാഹചര്യം അതിന് അനുകൂലമല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡെസ്കിൻ്റെയോ ടേബിളിൻ്റെയോ ഒക്കെ അടിയിലിരിക്കുക. ഇപ്പോഴത്തെ പ്ലൈവുഡിൻ്റെ ടേബിളിൻ്റെ അടിയിൽ ഇരുന്നാൽ മതിയോ? പോരല്ലേ? പണ്ടത്തെ മരത്തിൻ്റെ ടേബിളിൻ്റെ അടിയിൽ ഇരിക്കണം അല്ലേ? പ്ലൈവുഡ് ഒന്ന് കൊട്ടിയാൽ താഴെ വീഴുന്ന സാധനമല്ലേ? ഉണ്ട് കേട്ടോ, അവരെ കമ്പനിക്കാരെന്നെ ഓടിക്കും. അങ്ങനെയൊന്നും അല്ല, പ്ലൈവുഡ് സ്ട്രോങ് ആണെന്നൊക്കെ പറയും. ഓക്കെ, എന്നാലും അതല്ല മെയിൻ ഉദ്ദേശിച്ചത്, സ്ട്രോങ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. Take shelter under a table and stay there till the shaking stops. Next, stay away from tall and heavy objects that may fall on you. ഉയരം കൂടിയ ഹെവി ഒബ്ജക്ട്സിൻ്റെ ഒന്നും മാറി നിൽക്കണം. എന്തിനാണ്? അത് നമ്മുടെ മേത്ത് വീണാൽ പരിക്ക് പറ്റാതെ. ഇതൊക്കെ നോക്കാൻ നേരം കിട്ടുമോ അല്ലേ, എർത്ത് ഭൂമി കുലുങ്ങുമ്പോൾ? എന്നാലും അറിഞ്ഞിരുന്നാൽ അറിവ് വലിയൊരു ആയുധമാണല്ലേ. ഓക്കെ, ഇഫ് യു ആർ ഇൻ ബെഡ്, ഡു നോട്ട് ഗെറ്റ് അപ്പ്. ബെഡിലാണെങ്കിൽ എണീക്കണ്ട. എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്റ്റ് യുവർ ഹെഡ് വിത്ത് പില്ലോ. നിങ്ങളുടെ തല നമ്മുടെ പില്ലോ വെച്ച് കവർ ചെയ്താൽ മതി. ഇതൊക്കെ ഓൺ ദ സ്പോട്ട് പെട്ടെന്ന് വരുന്ന ഹൈ ഫ്രീക്വൻസി റിച്ച് സ്കെയിൽ വരുന്ന സാധനങ്ങളാണ് കേട്ടോ. ചെറുതൊക്കെയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇറങ്ങിപ്പോകാം. വലുതായി നമുക്ക് എണീക്കാൻ പറ്റില്ല. എണീറ്റ് നടന്നാൽ എന്ത് വരുന്നുണ്ടോ, നമ്മൾ ഫ്ലോറിൽ കൂടെ നടക്കുമ്പോൾ ഫ്ലോർ ഇങ്ങനെ ഷേക്ക് ചെയ്ത് നമ്മൾ മറിഞ്ഞിട്ട് താഴോട്ട് വീഴും. അതുകൊണ്ടാണ് എണീക്കണ്ട എന്ന് പറഞ്ഞത്. നമ്മളിത് കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്ത് പൊട്ടത്തിലാണ് പറയുന്നത്, ബെഡിൽ തന്നെ കിടന്നോളാനല്ലേ, ഇറങ്ങി ഓടിയാൽ പോരെന്ന് വിചാരിക്കും. പക്ഷെ അത് സംഭവിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് കാല് നിലത്ത് ചവിട്ടി വെച്ചിട്ട് ഓടാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നിൽക്കുന്ന സാധനം ഇങ്ങനെ ഓടുക. ഓക്കെ, നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ത് ചെയ്യാണ്? വല്ലാതെ ഷേക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഓടി പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? അതുകൊണ്ടാണ് അവർ പറയുന്നത് ബെഡിലാണെങ്കിൽ ബെഡിൽ തന്നെ കിടന്നോളാൻ പറയുന്നത്. പില്ലോ കൊണ്ട് ഹെഡ് കവർ ചെയ്യുക. കാരണം തലയ്ക്ക് പരിക്ക് പറ്റിയാലല്ലേ ഏറ്റവും കൂടുതൽ, ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. Stay away from this. If you are in bed, do not get up. Okay, then if you are outdoors, ഇത് വീട്ടിനുള്ളിലാണെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. ഇനി ഔട്ട്ഡോർസിലാണ് എന്ത് ചെയ്യണം? If you are outdoors, find a clear spot away from building, trees and overhead power lines. Drop to the ground. ഇനി നിങ്ങൾ ഒരു ഓപ്പൺ സ്പേസിലാണ് എന്ത് പറയണം? ഫൈൻഡ് എ ക്ലിയർ സ്പോട്ട്. അതായത് ഒന്നും നമ്മുടെ തലയിലേക്ക് വീഴാനില്ല എന്ന് കാണുന്ന
ഒരു സ്ഥലത്ത് നിൽക്കണം. എവേ ഫ്രം ബിൽഡിങ്സ്. ഫസ്റ്റ് വൺ ബിൽഡിംഗ് ആയിരിക്കണം, സെക്കൻഡ് വൺ ട്രീസ് ആയിരിക്കണം, തേർഡ് വൺ ഓവർ ഹെഡ് പവർ ലൈൻസ്. ഒന്നില്ലേ, പവർ ലൈൻസിൻ്റെയൊക്കെ അടുത്തുനിന്ന് മാറി നിൽക്കണം. ഡ്രോപ്പ് ടു ദ ഗ്രൗണ്ട്, ഭൂമിയിലേക്ക് കുനിഞ്ഞിരിക്കണം. കണ്ടില്ലേ എങ്ങനെയാണ് കുനിഞ്ഞിരിക്കേണ്ടതെന്ന്? കാൽമുട്ട് മടക്കി. നിങ്ങൾ 7ാം ക്ലാസ്സിലാണോ 6ാം ക്ലാസ്സിലാണോ ഉണ്ടല്ലോ എങ്ങനെ ഇരിക്കേണ്ടത്? അത് ഇതിനകത്ത് തന്നെയാണോ? ഒരു KVയിലെ കൊച്ചിൻ്റെ യൂണിഫോം ഇട്ടുള്ള ചിത്രമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇതിനകത്ത് തന്നെയാണോടാ? ലൈറ്റനിങ്ങിൻ്റെ അത് കാണിച്ചു തന്നെ അല്ലേ? ആ, ലൈറ്റനിങ്ങിലാണത്. ഓക്കെ, നമ്മുടെ ബുക്കിൽ തന്നെയാണ്. സോ അതിന് അവിടെ പോയി. ഓക്കെ, സോ ദെൻ ഡ്രോപ്പ് ടു ദ ഗ്രൗണ്ട്, നന്നായിട്ട് നിലം പറ്റിയിരിക്കുക. ഇഫ് യു ആർ ഇൻ എ കാർ ഓർ എ ബസ്, ഡു നോട്ട് കം ഔട്ട്. കാറിലോ ബസ്സിലോ ആണെങ്കിൽ പുറത്തിറങ്ങാൻ നോക്കണ്ട. ആസ്ക് ദ ഡ്രൈവർ ടു ഡ്രൈവ് ടു സ്ലോലി ടു എ ക്ലിയർ സ്പോട്ട്. ഡു നോട്ട് കം ഔട്ട് സ്റ്റിൽ ദ ഡ്രമർ സ്റ്റോപ്പ്. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങണം, കാരണം വണ്ടിക്ക് ഒരുവിധമൊക്കെ നമ്മളെ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല. ആരും മോള് സ്റ്റക്കായിപ്പോ? മിസ്സാണോ സ്റ്റക്ക്? മോളായിരുന്നോ? മിസ് സ്റ്റക്കായിരുന്നു. ഞാനത് അറിഞ്ഞില്ലല്ലോ. ട്രംബോസ് വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓക്കെ, ഇടയ്ക്ക് പറഞ്ഞ കേട്ടില്ല. എവിടെ വരെയാ മോൾക്ക് കേട്ടത്? യൂണിഫോം ലൈറ്റനിങ് അല്ലേ, ആ കുട്ടി ഇരിക്കുന്ന പോലെ. അതിന് നെക്സ്റ്റ് നമ്മൾ വെഹിക്കിളിലാണെങ്കിൽ, വണ്ടിയിലാണെങ്കിൽ നമ്മൾ ചാടി ഇറങ്ങി വണ്ടിയിൽ നിന്ന് പുറത്ത് പോകണ്ട. പ്ലെയിനായ സ്ഥലത്തേക്ക്, സേഫായ സ്ഥലത്തേക്ക് വണ്ടി മാറ്റിയിട്ട ശേഷം വണ്ടിക്കുള്ളിൽ തന്നെ ഇരുത്തുള്ളൂ. കാരണം അത്യാവശ്യം ചെറിയ മരച്ചില്ലകളോ ചെറിയ ഇതൊക്കെ വന്ന് വീണാലും വണ്ടിക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഡയറക്റ്റ് വന്ന് അടിക്കുകയത്തില്ലല്ലോ. അപ്പോൾ വണ്ടിയിൽ തന്നെ ഇരുന്നോളാണ് അവർ പറയുന്നത്. നമുക്ക് ആശംസിക്കാം ഒരിക്കലും എർത്ത് വരാതിരിക്കട്ടെ എന്ന്. പക്ഷേ അറിവ് ഇരിക്കുന്നത് ഏത് കാര്യത്തെക്കുറിച്ചായാലും അറിഞ്ഞിരിക്കുന്നത്, അറിവാണ് ഏറ്റവും വലിയ ആയുധം. നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് അറിവാണ് ഉപയോഗിക്കാൻ പറ്റുക കേട്ടോ. സോ നമ്മളീ പറയുന്ന മൊബൈലോ നമ്മുടെ കാര്യങ്ങളൊന്നും വേണ്ട സമയത്ത് വർക്ക് ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. സോ പറ്റുന്നത്രയും അറിവുകൾ സമ്പാദിക്കുക, അതിനെ പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗിക്കുക. പിന്നെ എർത്ത് കേക്ക് പോലുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് നോക്കാം അല്ലേ? സോ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നിട്ടുണ്ടേ. ഇനി ആകെ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. സോ നമുക്കൊന്ന് നോക്കിയാലോ, വായിച്ച് നോക്കിയാലോ? സം നാച്ചുറൽ ഫിനോമിന. ഇജാസെ വായിച്ചോളൂ. ഓക്കെ ഓക്കെ. Chapter 15, Some Natural Phenomena. In class 7, you read about winds, storms, and cyclones. You learned that cyclones can cause a lot of damage to human life and property. You also learned that we can protect ourselves from these destructive phenomena to some extent. In this chapter, we shall discuss 2 other destructive natural phenomena. These are lightning and earthquakes. We shall also discuss what steps we can take to minimize destruction caused by these phenomena. Lightning. You might have seen sparks on an electric pole when wires become loose. This phenomenon is quite common when wind is blowing and shaking the wires. When a plug is loose, wires. You might also have seen sparks when a plug is loose in its socket. Lightning is also an electric spark, but on a huge scale. In ancient times, people did not understand the cause of these sparks. They were therefore afraid of lightning and thought that the wrath of gods was visiting them. Now, of course, we understand that lightning is caused by the accumulation of charges in the clouds. We need to be afraid of lightning, but we have to take precautions to protect ourselves from the deadly sparks. Precautions to protect ourselves from the deadly spark. Okay, good. The sparks Anne Maria,
ഇജാസ് മതി മോനെ ആൻമരിയ. The The sparks sparks that that the the Greeks know about. knew about. The ancient Greeks knew as early as 600 BC that when amber is a kind of resin was rubbed with fur, it attracted light objects such as hair. You might have seen that when you take off woolen or polyester clothes, your hand stands on it. If you take off these cloths in the dark, you even see a spark and hear a crackling sound. In 1752, Benjamin Franklin, an American scientist, showed that lightning and the spark from your clothes are essentially the same phenomenon. However, it took 2000 years for this realization to occur. We shall now study some properties of electric charges. We shall also see how they are related to the lightning in the sky. Let us perform some activities to understand the nature of electric charges. But recall first what you might have played as a game. When you rub a plastic scale on your right hair, the scale can attract very small pieces of paper. ഓക്കെ ഗുഡ് Charging മതി the ആൻമരിയ. ഓക്കെ ഇനിയിപ്പോൾ സമയം കുറയാൻ നമുക്ക് ബൈ ഇല്ലാതെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ ഇജാസ്. ബൈ. Bye, miss. സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Thank you, miss. ഓക്കെ.